ട്രംപിൻ്റെ ടാരിഫ്, അതായത് 2 രീതിയുണ്ട്. മൈൽഡ് ടാരിഫുണ്ട്, അതായത് 10% അല്ലെങ്കിൽ 15% അല്ലെങ്കിൽ 20%. അതിന് മേളിലോട്ട് ഞാൻ പറയുന്നില്ല. അത് മേളിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമല്ല, കൊളാപ്സാണ് കംപ്ലീറ്റ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 20% റെസിപ്രോക്കൽ ടാരിഫ് ഇന്ത്യയിൽ വന്ന സ്ഥിതി എങ്ങനെയായിരിക്കും? കാരണം ഇപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം ട്രംപ് ഇതിനെപ്പറ്റി ആവർത്തിച്ച് പറയുകയാണ്. കാരണം ടെസ്ലയുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യ ഗവൺമെൻറ് ടാരിഫ് അമേരിക്ക ഉപയോഗിക്കുന്നു. പക്ഷേ അമേരിക്കൻ പ്രോഡക്റ്റുകളും അമേരിക്കൻ സാധനങ്ങളും വാങ്ങാൻ ഇന്ത്യ ഗവൺമെൻറ് ചെറിയ രീതിയിലുള്ള ടാരിഫ് മാത്രമേ കുറച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ 20% ടാരിഫ് അമേരിക്ക ഇന്ത്യൻ പ്രോഡക്റ്റിന് ഏർപ്പെടുത്തുമ്പോഴെങ്ങനായിരിക്കും എന്ന് ആലോചിക്കാം. ഞാനിത് പല ഡേറ്റായും പലയിടത്തു നിന്ന് ഉണ്ടാക്കി വെച്ച ഒരു സംഭവമാണ് ഈ പറയുന്നത്. അപ്പം എൻ്റെ ഒരു അസംഷനാണ് ഏത് രീതിയിൽ ഇത് മുന്നോട്ട് പോകും. അപ്പോൾ 20% ടാരിഫ് അമേരിക്ക IT സെക്ടറിന് ഏർപ്പെടുത്തുകയാണെങ്കിൽ, അതാണ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൂമിങ് സെക്ടർ എന്ന് പറയുന്നതും ഇന്ത്യ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. കാരണം ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പം 20% ടാരിഫ് അമേരിക്ക ഏർപ്പെടുത്തുകയാണ് IT സെക്ടറിന്. നിങ്ങൾ ആലോചിക്കുക, ഏകദേശം 12 മുതൽ 15 ലക്ഷം ചെറുപ്പക്കാരുടെ ജോലി പോകും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്, ഇവിടെയുള്ള IT കമ്പനികളുടെ എക്സ്പാൻഷൻ എന്ന പരിപാടി പൂർണ്ണമായിട്ട് നിന്ന് പോകും. കാരണം പിന്നെ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രമാത്രം അമേരിക്കയിൽ ഈ പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ പോകുന്ന അമേരിക്ക 197 ബില്യൺ ബിസിനസ്സാണ് അമേരിക്കയായിട്ട് നടത്തുന്നത്, IT എക്സ്പോർട്ട്. അപ്പം 20% ടാരിഫാണെങ്കിൽ ഏകദേശ കാൽക്കുലേഷൻ അനുസരിച്ച് ഈ 197 എന്ന് പറയുന്നത് 120 ബില്യനായിട്ട് മാറും. 120 ബില്യനായിട്ട് മാറുമ്പോൾ പിന്നെ അതിൻ്റെ അകത്ത് ഓട്ടോമേഷനും പരിപാടിയും ഡയറക്റ്റ് ജോബും ഒക്കെ മാറിയിട്ട് ഈ ഡയറക്റ്റ് ജോബായിട്ട് 12 മുതൽ 17 ലക്ഷം പേരുടെ ജോലി പോവുക മാത്രമല്ല, എക്സ്പാൻഷൻ നടക്കത്തില്ല, ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കത്തില്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് IT സെക്ടറിൽ നടക്കില്ല. പകരം ഇത് ചീപ്പായിട്ട് കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അതായത് വിയറ്റ്നാമുണ്ട്, ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പച്ച പരവതാനി വിളിച്ച് നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് ഇത് വരുന്നത്. ഈ പറയുന്ന കമ്പനികളെല്ലാം അങ്ങോട്ടങ്ങ് പോകും. അതായത് ഇന്ത്യൻ IT സെക്ടർ IT കമ്പനികൾ വെടി തീർന്നു പോകും. കാരണം എല്ലാ ഔട്ട്സോഴ്സിങ് ഏറ്റവും കൂടുതൽ വെടി തീർന്നു പോകും. ഞാൻ ആ പറഞ്ഞ വാക്ക് കറക്റ്റാണ്. ഇതിൻ്റെ പ്രത്യാഘാതം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകും. 30 മുതൽ 40% ക്രാഷാകും. അത് IT ഷെയറുകൾ ക്രാഷ് ചെയ്യും. മണിയുടെ ഡീവാലുവേഷൻ, അതായത് ഇന്ത്യൻ കറൻസിയുടെ ഡീവാലുവേഷൻ 20% ടാരിഫ് വരുവാണെങ്കിൽ ഡോളറിന് അനുപാതികമായിട്ട് അത് 110 മുതൽ 115 രൂപ വരെയായിട്ട് മാറും. അപ്പം നിങ്ങളത് ഇമ്പാക്റ്റ് മനസ്സിലാക്കിക്കണം എത്രമാത്രം മണി ഡീവാലുവേഷൻ. അൺഎംപ്ലോയ്മെൻറ്റ് അതിഭയങ്കരമായിട്ടങ്ങ് മാറും ഇന്ത്യയിൽ. വേറെ ഏതൊക്കെ സെക്ടറിലാണ് നോക്കാൻ നമുക്ക്? ഫാർമ സെക്ടർ ഈ 20% ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ വരികയാണെങ്കിൽ, അതായത് റെസിപ്രോക്കൽ എക്സ്ട്രീമാണ് ഞാൻ ഈ പറയുന്നത്, 7 മുതൽ 10 ലക്ഷം പേരുടെ ജോലി ഇല്ലാതാകും ഡയറക്റ്റായിട്ട്. അതിനേക്കാളുപരി ഈ കമ്പനികൾ മുഴുവൻ ലേ ഓഫിലോട്ട് പോകും. അപ്പോൾ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. 20% വന്നു കഴിഞ്ഞാൽ എത്ര %? കാരണം റെസിപ്രോക്കൽ ഇന്ത്യ ചെയ്യുന്ന അതേ ടാരിഫ് അമേരിക്ക ചെയ്താൽ, അപ്പോൾ അമേരിക്കൻ ഗുഡ്സിന് ഇന്ത്യ കൊടുക്കുന്ന ടാരിഫ് എങ്ങനെയായിരിക്കും? കാരണം ഇപ്പം പുതിയ കണക്കനുസരിച്ച്, ബജറ്റ് അനുസരിച്ച് ചിലതിനകത്ത് ഇന്ത്യ ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട്. അതേ ടാരിഫ് അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യൻ പ്രോഡക്റ്റിന് ഏർപ്പെടുത്തിയാലുള്ള സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇന്ത്യൻ ഫാർമ സെക്ടർ പൊളിഞ്ഞ് നാശമാകുന്നല്ല, വെടി തീർന്നു പോകും പൂർണ്ണമായിട്ടും. കാരണം പിന്നെ മറ്റുള്ള മാർക്കറ്റുകൾ നോക്കണം. ആഫ്രിക്കയാണെങ്കിലും കാരണം യൂറോപ്യൻ മാർക്കറ്റൊന്നുമല്ല, ആഫ്രിക്ക മറ്റുള്ള മാർക്കറ്റ് നോക്കണം. ഈ മാർക്കറ്റ് ഈ പറയുന്ന പോലെ അമേരിക്ക പോലൊരു മാർക്കറ്റും അല്ല. അപ്പോൾ ആ സെക്ടർ പൊളിഞ്ഞു പോകും. പിന്നീട് ഇലക്ട്രോണിക് സെക്ടർ, നിങ്ങൾക്കറിയാം, മൊബൈല്, മറ്റുള്ള ഒത്തിരി ഇലക്ട്രോണിക് TV ആണെങ്കിലും മറ്റുള്ള സാധനങ്ങളൊക്കെ, അതിൻ്റെ മാർക്കറ്റ് നോക്കുക. കാരണം ഹ്യൂജ് മാർക്കറ്റാണ്. ഏകദേശം
35 ബില്യനാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലോട്ട്. അപ്പോൾ അതിനകത്ത് വന്നു കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് 14 മുതൽ 15 ലക്ഷം പേരുടെ തൊഴിൽ പോകും. ഈ ചെറിയ സംഭവമല്ല ഇത്. നമ്മൾ ഈ സിമ്പിളായിട്ട് ടാരിഫിനെ അങ്ങനെ കാണുകയും ചെയ്യരുത്. റെസിപ്രോക്കൽ ടാരിഫ് വരികയാണെന്നുള്ള സ്ഥിതിയാണ് ഞാൻ ഈ പറയുന്നത്. അതേപോലെ ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ്, അതിനകത്ത് ഏകദേശം 3 മുതൽ 4 ലക്ഷം പേരുടെ തൊഴിൽ പോകും. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് 1 വർഷം കഴിയുമ്പോൾ റിസഷനിൽ വരും. അവിശ്വസനീയമല്ല. അതാണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ എക്കോണമിയുടെ ഇന്നത്തെ GDP, അതായത് GDP 4 പോകും. അതായത് 25 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഇന്ത്യ, ആ രീതിയിലങ്ങ് മാറും. ഇതാണ് ഈ പ്രശ്നം. അതായത് വളരെ വളരെ സീരിയസ് ആണ്. കാരണം മാർക്കറ്റ് ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അങ്ങ് മാറും. പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ട് മൈനസിലോട്ടങ്ങ് പോകും. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ ഇല്ലാതാകും. കാരണം വന്നു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം ഇൻഫ്ലോ, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ മാറിയിട്ട് ഔട്ട്ഫ്ലോയിലോട്ടങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലുണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചോണം. സാധനങ്ങൾക്ക് ഏറ്റവും ഭയങ്കര വിലയായി മാറും. കാരണം ഇൻഫ്ലേഷൻ വലിയ ഹൈ ആവും. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI ഗ്രൗണ്ടിലിറങ്ങും. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന റിസർവായിട്ടിരിക്കുന്ന $600 ബില്യൺ, അപ്പോൾ അതിനകത്തുനിന്ന് ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ പിടിച്ചു നിർത്താൻ അതിനകത്തുനിന്ന് 200 ബില്യണോളം മാർക്കറ്റിലോട്ട് ഇറക്കും. അപ്പം പിന്നെ 400 ബില്യണേ ആവുന്നുള്ളൂ. പിന്നെ അതായത് കുറഞ്ഞുകൊണ്ട് വരും. അത് 2-3 വർഷം കഴിയുമ്പോൾ ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ വേണ്ടി ഫോറിൻ കറൻസി ഇല്ലാതാകും. ഞാൻ റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ഈ സ്ഥിതിയിലോട്ടാണ് പോകുന്നത്. ഈ ടാരിഫ് എന്ന് പറഞ്ഞ സാധനം, റെസിപ്രോക്കൽ ടാരിഫ്, അമേരിക്ക ഇന്ത്യയുടെ മുകളിൽ ഏർപ്പെടുത്തുകയാണ്. ഇവിടെയാണ് മോദി ഗവൺമെൻറ് ഏത് രീതിയിലുള്ള സംഭവങ്ങളാണ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കേണ്ടത്. കാരണം ഇത് വളരെ സീരിയസ് ആണ്. കാരണം ഇന്നത്തെ സ്ഥിതി, ഇന്ത്യ എന്ന് പറയുന്നത് 25 വർഷം പുറകിലോട്ടങ്ങ് പോവുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഏകദേശം റെസിപ്രോക്കൽ ടാരിഫ് ഏപ്രിൽ 1 വരികയാണ്. അതായത് 2025 ഡിസംബറിനുള്ളിൽ ഇന്ത്യയിൽ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് 59 ലക്ഷം പേരുടെ തൊഴിലായില്ലാതാകുന്നത്. ആലോചിച്ചത് ഹ്യൂജാണ്. ഇത് ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഇൻഡയറക്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 1.5 കോടി ആൾക്കാരുടെ ജോലിയില്ലാതായി. പുതിയ സ്ഥാപനങ്ങളും പുതിയ സംഭവം, ബാങ്കിങ് മേഖല തകർന്ന് നാശമായി പോകും. കാരണം ഈ പല ആൾക്കാർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർക്ക് പണം തിരിച്ചടയ്ക്കാൻ പറ്റാതാവും. നിങ്ങൾ എക്കോണമി അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തകർന്നു പോകും. അങ്ങനൊരു പോക്കാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ എക്കോണമിയും ടർക്കിയുടെയും അർജൻറ്റീനയുടെ എക്കോണമിയായിട്ട് മാറും. എൻ്റെ സിമ്പിൾ കാൽക്കുലേഷനാണ്. കാരണം ഏത് രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഭയാനകമായ സംഭവമാണ്. അതുണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യാശയെന്ന് പറയുന്നത്. കാരണം ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇത് ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെ ഇത് നേരിട്ട് ഈ സംഭവം അമേരിക്കയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ റെസിപ്രോക്കൽ ടാരിഫ് 20% എന്ന് പറയുന്ന സാധനം ഇല്ലാതായാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ റിഫ്ലക്ഷൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് പല മാർക്കറ്റിലും. കാരണം ആൾക്കാർക്ക് പേടിയായി തുടങ്ങി. വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും ജോലിയില്ലാതെ ഇത്രയും ഫാക്ടറികളും ഈ സാധനങ്ങൾ, ഈ മൊബൈൽ കമ്പനി വന്ന് ആപ്പിളും ഈ സാംസങ്ങും അതും ഇതും എല്ലാം ഇന്ത്യയിൽ നിന്ന് മാറ്റും. കാരണം അവർക്ക് മേൽ 20% ടാക്സ് വരുമോ, അമേരിക്കയിൽ വരുമോ? കാരണം അവർ ഉടൻ തന്നെ ഇവിടുന്ന് സാധനം അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അപ്പം മനസ്സിലാക്കുക, ഇന്ത്യയുടെ കൊളാപ്സ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ഈ മോദി ഗവൺമെൻറ് പ്രയത്നിക്കേണ്ടത്. കാരണം ഇത് സിമ്പിളായിട്ടുള്ള സംഭവമൊന്നുമല്ല. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് പല ധാരണയുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം 1 ട്രില്യൺ എക്സ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് ഇന്ത്യ. അതിൻ്റെ മഹാഭൂരിപക്ഷം അമേരിക്കയിലോട്ടാണ് ചെയ്യുന്നത്. കാരണം അമേരിക്കയാണ് ഏറ്റവും വലിയ മാർക്കറ്റ്. അതേപോലെ ബൈയിങ് പവറുള്ള മാർക്കറ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം അവിടുന്ന് തന്നെയാണ് ആൾക്കാർ ഇത് വാങ്ങേണ്ടത്. അപ്പോൾ ഈ IT ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സിംഗ് ആണ്. ഇന്ത്യൻ പല കമ്പനികളും ഗ്ലോബൽ കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളൊക്കെ തകരുന്നൊരു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ എക്കോണമി റിസഷനെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. 4% GDP ഇന്ത്യ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ റിസഷൻ തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് ഇവിടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ട് മാറും.
അത് വല്ലാത്തൊരു ട്രാപ്പിലാണ് ഇന്ത്യ പെട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്ന ടാരിഫൊക്കെ പോലെയല്ല ഇപ്പം നമ്മൾ ഇതിൻ്റെ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ. കാരണം എല്ലാ സാധനങ്ങളും തീ വിലയാകും. ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റില്ല. ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം പല സാധനങ്ങൾക്ക് വില കൂടുക മാത്രമല്ല, അവൻ്റെ ആഹാര സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവന് തീ വിലയായിട്ട് മാറും. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടായിട്ട്. ഏത് രീതിയിലാണ് ഇതിനെ മോദി ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത്, അപ്പം അതിനെപ്പറ്റി ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. കാരണം ഒരിക്കലും റെസിപ്രോക്കൽ ഈ പറയുന്ന ടാരിഫ് എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ത്യ ഏത് വഴിയിലാണത് കൊണ്ടുവരുന്നത്, അതേപോലെ ഈ ടെസ്ലയാണ് മറ്റുള്ള കാറിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യ യുക്തിപരമായ നടപടി എടുക്കണം. പലതിലും ചിലപ്പോൾ ഇന്ത്യൻ മാനുഫാക്ചേഴ്സിന് അഫക്റ്റ് ആവും. കാരണം ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സും മറ്റുള്ള മാനുഫാക്ചേഴ്സിനും. പക്ഷേ ഇവിടെ അമേരിക്കയുമായിട്ട് വിയോജിച്ച് പോകാൻ നടക്കത്തില്ല. ചൈന പോലും പെട്ടുപോയതാണ്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബ്ബാണ്. പക്ഷേ ഇന്ത്യ ഒരു കുതിക്കുന്ന ഒരു എക്കോണമിയാണ്. ഈ ഒരു സന്ദർഭത്തിൽ റെസിപ്രോക്കൽ ടാക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നട്ടല്ലല്ല, അടിച്ച് ചവിട്ട് താഴെ അങ്ങ് പോകും എല്ലാ രീതിയിലും. ഈ കാണുന്ന ചാട്ടമൊന്നും ആയിരിക്കത്തില്ല ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഏപ്രിൽ മുതലായിരിക്കും റെസിപ്രോക്കൽ എന്നാണ് ഏകദേശം ഉദ്ദേശം പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അമേരിക്കയുമായിട്ടൊരു ധാരണയിൽ മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത്.